ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. ഇതൊരു പഴയ പഴഞ്ചൊല്ല്. ഇതിനെ അർത്ഥവത്താക്കുന്ന ഒരു ആചാരവും ഫംഗ്ഷനുമാണ് അമേരിക്കയിലെ ശവസംസ്കാരവും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളും. വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അമേരിക്കയിലെ ഒരു സെമിത്തേരിയും അതിനോടനുബന്ധിച്ചുള്ള സെറ്റിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെയാണ്. കണ്ടു നോക്കൂ. കൊഴിഞ്ഞവരും കൊഴിയാൻ വെമ്പി നിൽക്കുന്നവരും കൊഴിഞ്ഞവർക്ക് കൂട്ടായി തണലായി ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊഴിയാൻ റെഡിയായി നിൽക്കുന്ന പ്രകൃതി. ഇത് അമേരിക്കയിലെ ഒരു സെമിത്തേരി. മരിച്ചവരെ എത്ര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സൂക്ഷിക്കുന്നു എന്ന് കാണുക. മരം സ്റ്റാൻഡ്സ് ഫോർ ജീവൻ. മരങ്ങളെയൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് ഓരോ ആളെയും അടക്കിയവിടുത്ത് സ്റ്റോണും വെച്ച് നയനാനന്ദകരമായി നിർമ്മിച്ചിരിക്കുന്നു. ഫാമിലി വന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും റിലാക്സ് ചെയ്യാനും ബെഞ്ചുകൾ അവിടെയായി. ഇനി മണ്ണിൽ അടക്കാൻ താല്പര്യമില്ലാത്തവരെ ക്രിമേറ്റ് ചെയ്യാനും സൗകര്യം എല്ലാ സെമിട്രിയിലും ഉണ്ട്. ക്രിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ദഹിപ്പിക്കുക എന്ന് പറയും. പക്ഷെ അത് പ്രൈവറ്റായിട്ട് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഉള്ള സ്പേസ് ഒരു ബിൽഡിങ് ഈ സെമിട്രിയുടെ നടുവിൽ തന്നെ ഉണ്ടാകും. ക്രിമേറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ ചാരം സ്പെഷ്യൽ കണ്ടെയ്നറിലാക്കി കൊടുക്കും. അത് പിന്നെ നമുക്ക് അടക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ചോയ്സാണ്. സെമിട്രിയിലോട്ട് നാനാവശത്തു നിന്നും വരാനായിട്ട്, കാർ ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് വഴിയും ഇരിക്കാൻ ബെഞ്ചും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ഏക്കറുകളിലായി ഇത് വ്യാപിച്ച് കിടക്കുന്നു. ഒരു കുഴിയിൽ ഒരാളെ മാത്രമേ അടക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫാമിലി വാങ്ങിയതാണെങ്കിൽ 2 പേരെ അടക്കാം. അങ്ങനെ മരിച്ചുപോയവർക്കായി മരിക്കാൻ വെമ്പി നിൽക്കുന്നവർ കാവലായി നിൽക്കുന്ന, കളർഫുള്ളായി കാവലായി നിൽക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഓരോ കല്ലും പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ ശവകുടീരമാണ്.